കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് സ്കൂൾ പടിയിൽ അമിത വേഗത്തിലെത്തിയ ലോറി ഇടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. തിരൂർക്കാട് നസ്ര കോളേജ് വിദ്യാർത്ഥികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയുടെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പച്ചക്കറിയായിട്ട് വന്ന വാഹനം അമിത വേഗത്തിൽ വന്നിട്ട് ഇവിടെ നിന്നിരുന്ന റോഡ് അരികിൽ നിന്നിരുന്ന കുട്ടികളെ ഇടിച്ചു തെറിപ്പിച്ച് മോട്ടോർ സൈക്കിളിനും ഇവിടെയുള്ള കാറിനൊക്കെ ഇടിച്ചു തെറിപ്പിച്ചിട്ടാണ് ആ വാഹനം ഡിവൈഡറിൽ തട്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. എന്തോ ഭാഗ്യത്തിന് ഒരുപാട് ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ള 2 കുട്ടികൾ ഇപ്പോൾ മൗലാന ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഈ ആഴ്ചയിൽ തന്നെ 3 തവണയായി വാഹനങ്ങൾ തട്ടുന്നു കുട്ടികളെ. അപ്പോൾ ഇതിനൊരു സുരക്ഷ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളത് നാട്ടുകാരെന്നുള്ള നിലയിലാണ് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം നാട്ടുകാരെന്നുള്ള നിലയിൽ എല്ലാവരും ഏകോപിച്ചിട്ട് ഇവിടെ വേഗത കുറക്കാനുള്ള സംവിധാനം എന്താണെന്നുള്ളത് സ്വന്തം നിലക്ക് കാണേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാർത്ത കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമീപനം കൈക്കൊണ്ടുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് വേഗത കുറക്കാനും പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്താനുമുള്ള സാഹചര്യവും സമീപനം കൈക്കൊള്ളണം എന്നുള്ളതാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് സ്കൂൾ പടിയിൽ ബുധനാഴ്ച രാവിലെ 9:30ഓടെയാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ കർണാടക രജിസ്ട്രേഷനുള്ള ലോറി ഒരു കാറിലും 2 ബൈക്കിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തിരൂർക്കാട് നസ്ര കോളേജിലെ 2 വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേറ്റു. ഇരുവരെയും ഉടൻ നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ലോറിയുടെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. നസ്ര കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളായ രാമപുരം സ്വദേശിനി ഷഹല ഷെറിൻ, മലപ്പുറം കാളമ്പാടി സ്വദേശിനി ഫാത്തിമ റുസ്ത എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.